ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനങ്ങളോട് ഏകീഭവിക്കുന്ന സ്നാനമേൽക്കുന്നതിനെക്കുറിച്ച് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തി. സ്നാനം എന്നത് കേവലം ഒരു ചടങ്ങായോ കർമ്മമായോ കാണാനുള്ളതല്ല. അങ്ങനെ കാണുന്നവർക്ക് അതിനാൽ യാതൊരു പ്രയോജനവും ആത്മീയമായി ഉണ്ടാവുകയില്ല. സ്നാനം കൊണ്ട് എന്താണോ അർത്ഥമാക്കുന്നത്, യേശുവിൽ വിശ്വസിച്ച നിമിഷം തുടങ്ങി അങ്ങനെ ആയെന്ന് എപ്പോഴും ബോധ്യമുള്ള മനസ്സോടെ ജീവിക്കുമ്പോഴാണ് അത് പ്രയോജനമായി മാറുന്നത്. അവരുടെ ജീവിതം ഒരു പുതിയ സൃഷ്ടിയായി മാറുകയും പഴയ പാപ സ്വഭാവങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്യും. ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഈ അടിസ്ഥാന കാര്യം പൗലോസ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടാൻ ശ്രമിക്കുന്നവരോട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതിനാൽ ഞാൻ യേശുക്രിസ്തുവിലാണ് ജീവിക്കുന്നത് എന്ന് തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞ് അവരെയും ആ ചിന്തയിലേക്ക് വരാൻ ആഹ്വാനം ചെയ്യുന്നു. ഇനിയുള്ള ജീവിതം യേശുവിലാണെന്നും യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കാനും ഉപദേശിക്കുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇനിയും പ്രവൃത്തികളാലുള്ള നീതീകരണമല്ല അന്വേഷിക്കുക, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ജീവിക്കുകയാണ് ചെയ്യുന്നത്. നീതീകരണം ലക്ഷ്യമിട്ട് നാം എന്ത് പ്രവർത്തിച്ചാലും അത് വിശ്വാസ ജീവിതത്തിന് നിരക്കാത്തതാണ്. എന്നാൽ ക്രിസ്തുവിൽ വിശ്വാസത്താൽ ജീവിക്കുമ്പോൾ നമുക്ക് നീതിയോടെ മാത്രമേ ജീവിക്കാനാവൂ. അതായത് നമ്മുടെ ജീവിത ശൈലി ക്രിസ്തുവിന് അനുരൂപമായി മാറുന്നതിനാൽ സ്വാഭാവികമായി നാം ക്രിസ്തുവിൻ്റെ മനസ്സിനൊത്ത് ചിന്തിക്കുകയും അങ്ങനെ ജീവിക്കുന്നതിനാൽ നീതിയുള്ള പ്രവൃത്തികൾ താനേ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് തെളിയും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.